ചെന്നൈ എത്താനായി. ഇനി രണ്ട് സ്റ്റോപ്പും കൂടിയുണ്ട്. ചെന്നൈയിൽ നിന്ന് രാത്രി 10 മണിക്കാണ് വണ്ടിയുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ആ കമ്പ്യൂട്ടറോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ക്യാമറയുടെ മുന്നിൽ വരാനൊരു താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ടാണ്. ടീംസിന് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല ഉഷാറിലുണ്ട്, ഭയങ്കര ഫോക്കസ്. നമ്മളങ്ങനെ ചെന്നൈയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം ചെന്നൈയിലാണ്. ഇവിടെ നമുക്ക് പോകാനുള്ളത് ആഗ്രയിലേക്കാണ്. ഇന്ന് രാത്രി 9 മണിക്ക് ശേഷമാണ് ആഗ്രഹിക്കുന്ന ട്രെയിനുകൾ. അപ്പം അതുവരെ നമുക്കിവിടെ വിശ്രമിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ പോയാൽ അവിടെ വെയിറ്റിംഗ് ഹാളുണ്ട്. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ. അവിടെ കുളിക്കാനും യാതൊരു സൗകര്യമുണ്ട്. പ്രശ്നமான സൗകര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് സൗകര്യമുണ്ട്. പക്ഷെ അവിടെ റെയിൽവേനെ പുറത്തേക്ക് നീങ്ങിയാൽ മലക്കോട്ട് കട്ടിങ് ഉണ്ട്. ഇടത്തോട്ട് നീങ്ങിയാൽ മലക്കോട്ട് കട്ടിങ് ഉണ്ട്. അവിടെ 2 ഹോട്ടലുണ്ട്. ഭക്ഷണം കഴിക്കാൻ 2 ഹോട്ടൽ, മലയാളി ഹോട്ടലിൽ ഭക്ഷണം കിട്ടും. ആ കട്ടിങ് കൂടാതെ നേരെ പോയി കുറച്ച് മുന്നോട്ട് പോയാൽ രണ്ട് ഭാഗത്ത് പള്ളി, മുന്നോട്ട് പോയാൽ രണ്ട് ഭാഗത്ത് ഒരു കോണി കാര്യം പള്ളിയുണ്ട്. നിസ്കരിക്കേണ്ടവർക്ക് പള്ളിയിൽ പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അവിടെ വെയിറ്റിംഗ് ഹാളിൽ വെച്ച് നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. 100 മാസവും നിസ്കരിച്ചവരുണ്ടെങ്കിൽ ആരെങ്കിലും ഇന്ത്യമാക്കിയല്ലേ ആൾ ചെന്നാൽ അവിടെ നിന്ന് അവിടെ നിസ്കരിക്കാൻ ഭക്ഷണം കഴിക്കാം. അവസാനം 8:30 നിർബന്ധമായിട്ട് വെയിറ്റിംഗ് ഹാൾ എല്ലാം ഉണ്ടാവണം. 8:30 വെയിറ്റിംഗ് ഹാൾ എല്ലാം ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. അമീർ ഉസ്താദിൻ്റെ ഉത്ബോധനം കഴിഞ്ഞ് നമുക്കൊരു ഉത്ബോധനം നമ്മുടെ അമീർ ഉസ്താദ് തന്നിട്ടുണ്ട്. നമ്മൾ നമ്മൾ എടുത്തിട്ടില്ലേ, ആരെ പറയണം. നമ്മളെക്കാട്ട് ആവേശം ആരൊക്കെയാണ്? അബ്ദുള്ളയ്ക്ക് നമ്മളെക്കാട്ട് ആവേശം. ഭക്ഷണം കഴിക്കേണ്ടതും നമ്മൾ വിശ്രമിക്കേണ്ടതും കാര്യങ്ങളൊക്കെ ക്ലിയറായി. അബ്ദുള്ളയ്ക്ക് പറയും പോലെ നമ്മളെ മുഖ്യ ലക്ഷ്യം ഭക്ഷണം എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ രാത്രി മൂപ്പര് ട്രെയിനിൽ കയറുമ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ വിശപ്പ് കൂടിയപ്പോൾ മൂപ്പര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ട് വായിലേക്ക് വെക്കാനും പറ്റിയില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ അബ്ദുള്ളയ്ക്ക് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര തുടരും. ഇതിനിടയിലുള്ള അപ്ഡേറ്റുകളൊക്കെ അറിയിക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മളെല്ലാം ചെന്നൈയിലെത്താം. അബ്ദുള്ളയ്ക്ക് ഞാനും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ചെന്നൈയിൽ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ആചാര്യ ഭയങ്കര ഉഷാറിലാണ്, മാഷാ അല്ലാഹ്. തിന്ന് കഴിഞ്ഞിട്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ